രണ്ടാമത്തെ എന്ത് റബിന് സിമ്പിൾ അതിന്റെ വാക്കാർത്ഥം സൂചിപ്പിക്കുന്ന പോലെ തന്നെ വഞ്ചന. കച്ചവടത്തിൽ ഏത് രൂപത്തിലുള്ള വഞ്ചനകൾ ഉപയോഗിച്ചാലും അത് ഖററിന്റെ കീഴിൽ വരും. മൂന്നാമത്തെ തദ്ലീസും ഒരു വഞ്ചനയുടെ ഉപഘടകമാണ്. അഥവാ തദ്ലീസ് ആ വാക്കാർത്ഥം സൂചിപ്പിക്കുന്ന പോലെ തന്നെ കത്തുമു ഐബിസില എന്നുള്ളതാണ്. കച്ചവട ചരക്കിന്റെ അതിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ഇത്തരത്തിൽ അഥവാ കച്ചവടത്തിന്റെ എത്തിക്സിനോട് യോജിക്കാത്ത ഏത് രൂപത്തിലുള്ളതും ഖററിലേക്ക് വരും. അപ്പൊ ഈ ഖററിന്റെ ഹുക്കം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഹറാമാണ്, ഇസ്ലാം നിരോധിക്കുന്ന കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ തൊട്ട് റിവായത്ത് ചെയ്ത ഹദീസാണ്. നമുക്ക് പഠിച്ച മിഷ്കാത്തിലും മറ്റൊക്കെ പഠിച്ച ഹദീസാണ്. എന്ത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇൽ ഹസാത്തി വ ബൈഇൽ ഖറർ. ഖറർ കച്ചവടം നിരോധിച്ചിരിക്കുന്ന പോലെ ബൈഉൽ ഹസാത്ത് നിരോധിച്ചിരിക്കുന്നു. ബൈഉൽ ഹസാത്ത് പറഞ്ഞാല് നമ്മള് ഹദീസിന്റെ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഇങ്ങനെ ചരൽക്കല്ല് എറിയാൻ പറയാ, ഏതിനൊക്കെ കൊള്ളുന്നോ അത് വിൽക്കുന്നു, ആ രൂപത്തിലുള്ള കച്ചവടം. ഈ രണ്ട് കച്ചവടങ്ങൾ നിരോധിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഹദീസാണ് ഖറർ പാടില്ല എന്നുള്ളതിൽ ഉള്ള നമ്മുടെ അടിസ്ഥാനം. അപ്പൊ ഈ ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ട് നബി പറയുന്നുണ്ട്, നമ്മുടെ ഫൈനാൻസ് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വിശാലമായ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. വളരെ വിശാലമായ വിപുലമായ ഒരു ഘടകമാണ്. ഇതില് മിക്ക മസലകളെയും ബാധിക്കുന്ന ഒരു അടിസ്ഥാനമാണെന്ത്? ഈ ഒരു ഖറർ കച്ചവടം നിരോധിച്ചിരിക്കുന്നുള്ള പ്രവാചക ഹദീസ്. കാരണം നമുക്കറിയാം ഇതിലിപ്പോ ഒരുപാട് കാറ്റഗറികളൊന്നും നമ്മുടെ ദൈനംദിനമായി നടത്തുന്ന ഒരുപാട് ഇടപാടുകളിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഖററിന്റെ ചെറിയ ചെറിയ ഒരു ശവായിബുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നബി എന്ത് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുകയാണ്, ഹദാ അസ്ലുൻ അലീം ഈ ബാബിൽ ബുയൂഇൽ വലിയൊരു അസ്ലാണ് ഈ ഒരു ഹദീസ്. അതിലെന്തുണ്ടാവും? ഒരു ഗൈറു മുൻഹസറായ അഥവാ എണ്ണിയാൽ ഒതുങ്ങാത്തത്രയും ബൈഇന്റെ ഇടപാടുകളുടെ മസലകൾ എന്ത് ചെയ്യും? ഈ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പറയുന്നത്. അപ്പൊ പിന്നെ പക്ഷെങ്കിൽ എന്ത് നമുക്കറിയാം നമ്മുടെ ഫിഖ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഖറർ ഹറാമാകണമെങ്കിൽ ഖറർ ലഘുവായതും ഖറർ ശദീദായതും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതില് ലഘുവായതിൽ വിട്ടുവീഴ്ചകൾ നടത്തുന്നുണ്ട്. അപ്പൊ ലഘുവായതിൽ പറയുന്ന ഒരുപാട് ഓപ്ഷനുകൾ പറയുന്നുണ്ട്. ഒന്നെന്ത് ചെയ്യാ? ഖറർ ഹക്കീറാകുക, വളരെ ലഘുവായ രൂപത്തിലുള്ള ഖറർ. അതൊന്നും പ്രശ്നമില്ലാന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്ത് ചെയ്യാം? ഞാനൊരു ബിൽഡിംഗ് എന്ത് ചെയ്യുന്നു? ഒരു മാസത്തേക്ക് പറഞ്ഞ് വാടക എടുക്കുന്നു. അപ്പൊ ഒരു മാസം എന്ത് ചെയ്യാം? നമുക്കറിയാലോ ഇസ്ലാമില് മാസം കാണുക എന്നുള്ളതാണ്. ചിലപ്പോൾ 29 ദിവസമാവും, ചിലപ്പോൾ 30 ദിവസമാവും. അതിൽ ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഈ എന്ത് ചെയ്യും? പൊരുത്തപ്പെട്ട് വരും. അതെന്ത് ചെയ്യില്ല? നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഖറർ നിരോധിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമായിട്ട് മജ്മൂഇൽ നബി പറയുന്നുണ്ട്, അസ്ലുൽ ഖറർ എന്ന് പറഞ്ഞാൽ ഖററിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാത്തിലാണ്, പാടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് ഉള്ളതുകൊണ്ട്. പക്ഷെങ്കിൽ ആ ഹദീസിന്റെ അർത്ഥം അഥവാ അതിന്റെ ആശയം എന്നുള്ളത് ഒരു ഖറർ ലാഹിറായി വളരെ വ്യക്തമായ ഖറർ ഉണ്ടാവുകയും ആ ഖറർ നമുക്ക് കച്ചവടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്നതാവുക. അഥവാ ആ ഖറർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കച്ചവടം നടത്താം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഖറർ മൻഹിയാവുന്നതും ഹറാമാവുന്നതും. ഇനി ചില സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഖറർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം. അല്ലെങ്കിൽ ലാഹിറായ, ഞാൻ ഇപ്പൊ പറഞ്ഞ രൂപത്തിലുള്ള ചെറിയ ഹഫിയായ ഖററുള്ള ഇടപാടുകൾ ഉണ്ടായേക്കാം. അപ്പൊ അതിലൊക്കെ ഈ ഖറർ എന്തല്ല? ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് ഹറാമാകാൻ കാരണമാവില്ല എന്നാണ് ആര് പറയുന്നത്? മഹാനായ നബി പറയുന്നത്. അതുപോലെ ഷാഫി മദ്ഹബിലെ അഭിപ്രായ പ്രകാരം കച്ചവടങ്ങളിൽ മാത്രമല്ല, നമ്മൾ പൊതുവെ ചെയ്യുന്ന ഹിബത്ത്, അതുപോലെ റഹന്, ഇവൻ നമ്മള് കല്യാണത്തിന് സ്വദാഖായിട്ട് മഹറായിട്ട് കൊടുക്കുന്നതിൽ വരെ ഖറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? സ്വഹിയാവില്ല എന്നാണ് ഷാഫിയുടെ അഭിപ്രായം. അതിൽ ആകെ മുആമലാത്തിൽ ഖററിന് എക്സെപ്ഷൻ തന്നിട്ടുള്ളത് വസിയത്തിലാണ്. ഒരു വാപ്പാക്ക് വേണമെങ്കിൽ എന്ത് വസിയത്ത് ചെയ്യാം? ആകാശത്തോട് പറക്കുന്ന പരുന്തും കൂട്ടത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെ പക്ഷിക്കൂട്ടത്തെ എനിക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നു പറയാം. അതെന്ത് ചെയ്യും? അത് ബാത്തിലാവില്ല എന്നാണ് ഷാഫി ഇമാമ് മുആമലാത്തിൽ ഖററിന് എക്സെപ്ഷൻ കൊടുത്ത ഏക ഒരു ഇത് എന്ന് പറഞ്ഞാല് വസിയത്ത് മാത്രമാണ്. ബാക്കി എല്ലാ ഇടപാടുകളിലും എന്ത് ചെയ്യും? ഖറർ ബാധക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഖറർ. ഇനി ഇന്നത്തെ ഒരു പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയാം, ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആഡ് ചെയ്യും. ഇന്നത്തെ പ്രാക്ടീസിൽ ഇപ്പൊ കാര്യമായിട്ട് ഖററിന്റെ വരുന്നതാണ്. ഖറർ പറഞ്ഞാല് സിമ്പിൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അവ്യക്തതയുള്ളതിൽ റിസ്ക് എടുക്കുക, റിസ്ക് എലമെന്റ് വരുന്നതാണ് ഇന്ന് കാര്യമായിട്ട് എന്ത് ചെയ്യുക? ഖറർ ആപ്ലിക്കേഷൻസ് വരിക. അതില് പ്രധാനമായിട്ട് വരുന്ന ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഇന്നത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അത് നമ്മൾ ഒരു പഠിക്കേണ്ട മേഖലയാണ്. ചെറിയ രൂപത്തിൽ ഞാൻ ഇവിടെ വിശദീകരിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ 3 രൂപത്തിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേഖലയാണ് സെൻസെക്സ് എന്നുള്ളത്. അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് അഥവാ 1800കളുടെ അവസാനത്തിൽ ബോംബെയിൽ തുടങ്ങിയാണ് എന്ത്? ഈ സെൻസെക്സ് എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3 സിസ്റ്റമുകളാണ് വരുന്നത്. ഓഹരി വിപണിയിൽ 3 സിസ്റ്റങ്ങളാണ് വരുന്നത്. അപ്പോ ഒന്നാമത്തെ എന്നുള്ളത് ഡെലിവറിയാണ്. ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓഹരി മേടിച്ചു വെക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട സമയത്ത് വിൽക്കാം. ഇന്ന സമയത്ത് വിൽക്കണം എന്നില്ല, നിബന്ധനകളില്ല. അപ്പൊ അതെന്തില്ല? നമ്മളെ ഖററുമായി ബന്ധപ്പെട്ടോ ഒരു അൺസർട്ടനിറ്റി അതിൽ വരുന്നില്ലല്ലോ. കാരണം നമുക്ക് വാങ്ങുന്ന സമയത്ത് വ്യക്തമാണ് ഈ ഓഹരിയുടെ മൂല്യം എന്താണ്. അത് നമ്മൾ മേടിച്ചെന്ത് ചെയ്യുന്നു? നമ്മുടെ സെബിയുടെ കീഴിലുള്ള ഡിമാൻഡ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു വെക്കുന്നു. പിന്നീട് എന്ത് ചെയ്യും? അതിൽ മൂല്യം കൂടുന്ന സമയത്തോ മൂല്യം കുറയുന്ന സമയത്ത് നമ്മൾ വിൽക്കും. അപ്പൊ ഇതെന്തില്ല? ഈ ഒരു സിസ്റ്റം പ്രശ്നം വരുന്നില്ല. ഇനി ബാക്കിയുള്ള 2 സിസ്റ്റം എന്താണ്? നമ്മുടെ ഈ ഒരു ഖറർ വരുന്ന മേഖലകളാണ്. അതായത് രണ്ടാമത്തെ പറഞ്ഞാല്
ഇൻട്രാഡേ എന്നുള്ള സിസ്റ്റമാണ്. ഇൻട്രാഡേന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ഒരു ഡെയിലി ട്രേഡിംഗ് ആണ്. രാവിലെ നമ്മൾ എന്ത് ചെയ്യും, ഓഹരി മേടിക്കും, അന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ഓഹരി സെല് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിലെന്തുണ്ട്, അൺസർട്ടനിറ്റികൾ ഉണ്ട്. നമ്മൾ മേടിക്കുന്ന സമയത്തുള്ള കാശ് നമുക്കറിയാം, പക്ഷേ വിൽക്കുന്നത് ഏത് കാശിൽ വിൽക്കേണ്ടി വരും അത് നമുക്കറിയില്ല, അതൊരു പ്രശ്നം. രണ്ടാമതായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലെവറേജുകൾ വരുന്നുണ്ട്. ലെവറേജ് പറഞ്ഞാല് നമ്മൾ ഏത് ബ്രോക്കർ മുഖേനയാണോ, ചിലപ്പോ ഇത് അത്ര വ്യക്തമാണെന്നില്ല, ഏത് ബ്രോക്കർ മുഖേനയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടപെടുന്നത്, ആ ബ്രോക്കർ എന്ത് ചെയ്യും, നമുക്ക് നമ്മളിപ്പോ 10,000-ത്തിനാണ് ഈ ഒരു ട്രേഡ് നടത്തുന്നതെങ്കിൽ അതിന്റെ ഒരു എത്ര ശതമാനം, ചെറിയൊരു ശതമാനം നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എത്രയോ രൂപ ആ ബ്രോക്കർ എന്ത് ചെയ്യും, നമുക്ക് ലെവറേജ് ആയിട്ട് തരും. ഇപ്പൊ 10,000 നമ്മൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഒരു 50,000 അയാളുടെ വക ലെവറേജ് ആയിട്ട് തരും. പിന്നെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാല് ലാഭമായാലും നഷ്ടമായാലും ഈ 50,000 തിരിച്ചു പോകുന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ 10,000 നമ്മൾ ഒരു ദിവസം രാവിലെ ട്രേഡിംഗ് നടക്കുന്നു, രാത്രി തീരുമ്പോ നമ്മളെടുത്ത് ഇപ്പൊ അവരൊന്ന് ലെവറേജ് അടക്കം 60,000 രൂപ ഉണ്ടാവും. ഇനി അന്നത്തെ ദിവസം തീരുന്ന സമയത്ത് നമുക്ക് 10,000 രൂപ നഷ്ടമാണ് വന്നതെങ്കിൽ ആ 50,000 സ്വാഭാവികമായിട്ട് ആർക്ക് തിരിച്ചു പോകും, തിരിച്ച് നമുക്ക് തന്ന ബ്രോക്കറിലേക്ക് പോകും. അപ്പോ നമ്മുടെ രാവിലെ 10,000 തുടങ്ങിയ കച്ചവടം അവസാനിക്കുന്നത് സീറോ ബാലൻസിലാണ്. അങ്ങനെ അൺസർട്ടനിറ്റികളുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതെന്ത് ചെയ്യില്ല, വെറിന്റെ ഹക്കീറായ വെറ അല്ലാത്തത് കൊണ്ടും പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സിസ്റ്റമാണ് MTF എന്നുള്ളത്. MTF എന്ന് പറഞ്ഞാല് അതിലെന്തുണ്ട്, അൺസർട്ടനിറ്റി വരുന്നുണ്ട്. കാരണം അതില് ഒരു വർഷം വരെ നീണ്ടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഓഹരി മേടിച്ചാൽ ഒരു വർഷം വരെ നമുക്ക് കയ്യിൽ വെക്കാം, പിന്നെ വെക്കണം. അതിനൊപ്പം വേറൊരു പ്രശ്നം വരുന്ന പറഞ്ഞാല് ഇതില് പലിശ വ്യക്തമായ രൂപത്തിൽ വരുന്നുള്ളതാണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓഹരി മേടിക്കുന്നു, ആ ഓഹരി മേടിച്ച് നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ MTF-ലും ലെവറേജ് തരും. ആ ലെവറേജിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായ പലിശ വിഹിതം എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ പലിശ വരുന്നത് കൊണ്ടും അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ടും എന്തില്ല, ഈ ഒരു വെറർ വരുന്നത് കൊണ്ട് ഈ ഒരു സിസ്റ്റം പറ്റില്ല. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെലിവറി ചെയ്യുകയുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ പാടില്ല. പിന്നെ ഈ കണ്ടംപററി ആയ കാര്യങ്ങളിലുള്ള ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ പലർക്കും എതിർപ്പുണ്ടാവാം. എതിർപ്പുള്ളവർ എന്ത് ചെയ്യണം, അവരുടെ എതിർപ്പുകൾ ഉയർത്തണം. കാരണം ഇതിൽ എന്ന് പറഞ്ഞാല്, കാരണം ഇന്നത്തെ എക്കോണമി സിസ്റ്റം വളരെ കോംപ്ലക്സ് ആണ്. നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു അത്ര കോംപ്ലക്സ് ആയ ഒരു സാഹചര്യമാണ്. അപ്പോ നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്തുണ്ട്, ഇതിൽ ഇഖ്തിലാഫാത്തുകൾ ഉണ്ട്. അപ്പോ ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതും എനിക്ക് സാറ്റിസ്ഫൈ ആയി തോന്നിയതും ഒക്കെ ഇതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ എതിർപ്പുകൾ ഉള്ളവർ എന്ത് ചെയ്യാം, എതിർപ്പുകൾ പറയാം. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മണി ചെയിൻ, അതുപോലെ ഈ ഫ്യൂച്ചർ സെൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഫോറക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള, അതും പാടില്ല. ഇപ്പൊ ഫ്യൂച്ചർ സെൽ ഓപ്ഷന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യും, നിഫ്റ്റി ഇന്ത്യയിലുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ നിഫ്റ്റി എന്ത് ചെയ്യും, ആടെ ഞാനൊരു കോൺട്രാക്ട് ഉണ്ടാക്കി വെക്കും നിഫ്റ്റിയോട്. അഥവാ ഇന്ന ഓഹരി ഇന്ന മാസമാകുമ്പോഴത്തേക്ക്, അഥവാ നമ്മൾ ഈ ഒരു ഒന്നും കൂടി സിമ്പിൾ മനസ്സിലാണെങ്കിൽ, ഈ എത്തിഹാദ് എയർവേസ് ഒക്കെ അവരുടെ ഫ്യൂവലിന് അഥവാ എണ്ണ മേടിക്കുന്നതിൽ സ്വീകരിക്കുന്ന ഒരു സമീപനാണ് നെറ്റ് ലീസിംഗ് എന്നുള്ള പരിപാടി. അഥവാ അല്ല ഹെഡ്ജിങ് എന്നുള്ള പരിപാടി. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാല് അവർ എന്ത് ചെയ്യും, ഒരു ഓയിൽ കമ്പനി ആയിട്ട് എന്ത് ചെയ്യും, ആദ്യം കോൺട്രാക്ട് ഉണ്ടാക്കി വെക്കും. അവർ എത്തിഹാദ് എയർലൈൻസ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ഓയിൽ കമ്പനി ആയിട്ട് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. അഥവാ ഒരു ബാരല് നമ്മൾ ഇത്ര ഡോളറിനാണ് മേടിക്കുക. അത് ചിലപ്പോൾ അന്നത്തെ മാർക്കറ്റ് മണി ഒരു ബാരലിന് ഉദാഹരണത്തിന് $100 ആണെങ്കിൽ അവർ അന്ന് തന്നെ പറഞ്ഞു വെക്കുക ഒരു $850 നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാരൽ മേടിക്കും. മനസ്സിലായ? അപ്പോ ആ ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാല് ഓയിൽ പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടും. നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഓയിൽ പ്രൈസിൽ, കൂടാം കുറയാം എന്തും ആവാം. പക്ഷെങ്കിൽ ഏത് സാഹചര്യത്തിലും ഈ ഒരു ഫിക്സഡ് റേറ്റിനാണ് എന്ത് ചെയ്യുക, ഈ കമ്പനി ഇവർക്ക് ഓയിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായി? ഇതാണ് ഈ ഒരു ഹെഡ്ജിങ് എന്നുള്ള എത്തിഹാദ് എയർവേസ് അധിക എയർലൈൻസ് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി. അപ്പൊ ഇത് ഈ ഒരു രൂപത്തിലുള്ള സാധനമാണ് എന്ത്, ഈ ഒരു ഫ്യൂച്ചർ ഓപ്ഷൻസ് പറയുന്ന സാധനം. ഫ്യൂച്ചർ ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ നിഫ്റ്റിയോട് എന്ത് ചെയ്യും, കോൺട്രാക്ട് ഉണ്ടാക്കും. ഈ ഒരു മാസം അവസാനം, ഇപ്പൊ ഉദാഹരണത്തിന് ഡിസംബർ അവസാനം ആകുമ്പോഴേക്ക് ഇതെന്ത് ചെയ്യും, ഇന്ന് ഓഹരി ഒരു ഓഹരി 2,500 രൂപക്ക് മേടിക്കും എന്ന് പറയാം. 2,500 രൂപക്ക് മേടിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാല് ആ ഒരു മാസം അവസാനം ചിലപ്പോ അതിന്റെ വില 2,500 ആവണമെന്നില്ല. അത് ചിലപ്പോ എന്തായിട്ടുണ്ടാവാം, 3,000-ലേക്ക് കടന്നിട്ടുണ്ടാവും. 3,000-ലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ ലാഭം. കാരണം അപ്പോഴും നമുക്ക് ആ ഓഹരി എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് 2,500 കിട്ടും. അഥവാ 3,000-ന്റെ സാധനം 2,500 കിട്ടും. അപ്പൊ ലാഭമാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യാം, 1,500-ലേക്ക് കൂത്താം അതിന്റെ വില. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 1,000-ന്റെ അടുത്ത് നഷ്ടങ്ങൾ വരും. അപ്പൊ അതിൽ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ ഓപ്ഷൻസ് പറ്റില്ല എന്നുള്ളതാണ് പ്രബല അഭിപ്രായം. ഇതാണ് മൊത്തത്തില് ഗററിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത വിഷയമാണ് റിബ. ചുരുക്കി പറയാം, റിബ എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്, പലിശ. അപ്പൊ മൊത്തത്തില് ഷാഫി ഇമാം പറയുന്നുണ്ട്, മുആമലാത്തില് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് നമുക്ക് പഠിച്ച ഹദീസാണ് 40 നബവിയില് ലാ ദററ വലാ ദിറാറ. ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മൂല്യമാണ് എന്ത്, അവന് ഒരു ഉപദ്രവം ആവാനും പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പാടില്ല, ഒരു വിധത്തിലുള്ള ഉപദ്രവം പാടില്ല ആള്. അപ്പൊ അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് മിക്ക നിയമങ്ങൾ ഉണ്ടാകുന്നത്. അതിൽപ്പെട്ടാണ് എന്ത്, റിബ. അപ്പൊ റിബവും പാടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതാണ്. റിബ മൻഹിയാണ്, ഹറാമാണ്. അല്ലാഹു തആല വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ. ഹലാലാക്കിയിരിക്കുന്നു, റിബ എന്തായിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. ഇതെന്താണ് ഇന്നത്തെ എക്കോണമി പറയുന്ന ഒരു കാര്യമാണ്. ഒരു എക്കോണമികൾ എന്ത് ചെയ്യില്ല,
ഇൻട്രസ്റ്റ് ഇല്ലാതെ പലിശ ഇല്ലാതെ ഒരു എക്കോണമികൾക്ക് നിലനിൽപ്പില്ലാതെ. അപ്പൊ ആ ഒരു ഇന്നത്തെ ഒരു വാദത്തിനുള്ള മറുപടിയാണ് അള്ളാഹു താലയുടെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നുള്ളത്. കാരണം ബൈഉം റിബയും എപ്പം എന്താണ് കോംപ്ലിമെന്ററി ആണെന്നുള്ള ഒരു വാദം റെഡിയല്ല. അത് ഇന്നത്തെ ഒരു കോംപ്ലക്സ് ആയ എക്കണോമിക് സിസ്റ്റം നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റം എടുക്കുക. അതെന്താണ്? ഇന്ത്യയുടെ കറൻസികൾ റെഗുലേറ്റ് ചെയ്യുന്നത് RBI എന്നുള്ള സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ സെൻട്രൽ ബാങ്കുകളാണ്. EU-ലാണെങ്കിൽ EU മൊത്തം ഒരു കറൻസിയാണ്. അഥവാ യൂറോപ്യൻ യൂണിയനിലുള്ള 22 രാജ്യങ്ങൾക്കും ഒരേ കറൻസിയാണ്. അപ്പൊ അതിന് മൊത്തത്തിലൊരു സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ അത് റിസർവ് ബാങ്ക് ആണ്, അമേരിക്കയിൽ അത് ഫെഡറൽ ബാങ്ക് ആണ്. അപ്പൊ ഇവർ ഇന്നത്തെ എക്കോണമിയെ നിലനിർത്തുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണപ്പെരുപ്പം ഉണ്ടാവും, അത് ഇൻഫ്ലേഷനും ഉണ്ടാവും, ഡിഫ്ലേഷനും ഉണ്ടാവും. അത് ഇതിന്റെ മൂല്യം കുറയാ കൂടുകയാണത്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഇൻട്രസ്റ്റ് റേറ്റുകളിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെയാണ് RBI. അതാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ എക്കോണമിക് സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. അതൊരു ഇന്നത്തെ ഒരു എക്കോണമിക് സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥാപിതമായി വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് എന്തില്ല, അതുകൊണ്ട് ഒരു എക്കോണമിയും ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള വാദം റെഡി ആവില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞത് ബൈ വേറെയാണ് റിബ വേറെയാണ്, ഒന്നിനെ ഹലാലാക്കിയിരിക്കുന്നു, ഒന്നിനെ ഹറാമാക്കി. അപ്പൊ രണ്ടും രണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, നിലനിർത്താം. അപ്പൊ എന്ത് ചെയ്യും, സിസ്റ്റം സ്വാഭാവികമായിട്ട് മാറ്റേണ്ടി വരും, മാറ്റങ്ങൾ സിസ്റ്റത്തിൽ വരുത്തേണ്ടി വരും. അപ്പൊ ഇനി റിബയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം, നമുക്ക് കിട്ടേണ്ടതിൽ കൂടുതലായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ റിബ എന്നുള്ള വാക്കാർത്ഥം സിയാദത്ത്, വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ഒരു ഇടപാടുകളിലേക്ക് വരുമ്പോൾ റിബക്ക് എന്തുണ്ട്, വിശാലമായ അർത്ഥങ്ങളുണ്ട്. വ്യത്യസ്ത മതങ്ങളൊക്കെ ഒരു വ്യത്യസ്ത എന്ത് കാണാം, താരിഫാത്തുകൾ കാണാം. പക്ഷെ മൊത്തത്തിന്റെ ചുരുക്കം ചുരുക്കി പറഞ്ഞു പോവുകയാണ് എന്ത്, നമുക്ക് കിട്ടേണ്ടതില്ല, നമുക്ക് മുസ്തഹിഖായതിന്റെ എക്സ്ട്രാ കിട്ടുക, അല്ലെങ്കിൽ അതിന് ഒരുപാട് അതിന്റെ ഉദാഹരണത്തിന് ഇപ്പൊ രൂപങ്ങൾ വിശദീകരിക്കാം. ഇപ്പൊ കാര്യമായിട്ട് 2 ഇനങ്ങളാണ് ഉള്ളത്. ഒന്ന് കർളിൽ വരുന്നത് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ അറിയാം, ഇന്നത്തെ ലോണുകൾ പോലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, കടം കൊടുക്കുന്നു, അതിന്റെ അവധി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പരീക്ഷകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വെക്കും. അതിന് റിബൽ ജാഹിലിയ എന്ന് പറയാറുണ്ട്. കാരണം അന്ന് ജാഹിലിയത്തിൽ മിക്കവരും പ്രാക്ടീസ് ചെയ്തൊരു റിബ കൂടിയാണ് എന്ത്, ഈ ഒരു പരീക്ഷ, നമ്മൾ ഇന്ന് സിമ്പിളിൽ കാണുന്ന പരീക്ഷ. ഇനി മറ്റേതാണ് ബൈയിൽ വരുന്ന എന്ത് റിബ. അത് നമ്മളെ റിബവിയായ കച്ചവടങ്ങൾ പഠിച്ചാളാണല്ലോ, അപ്പൊ അതിൽ വരുന്നതാണ് ഈ റിബൽ ബൈ. അത് 3 ഇനങ്ങളുണ്ട്. ഒന്നെന്താണ് നമ്മളൊക്കെ പഠിച്ചാണ് റിബൽ ഫضل. റിബൽ ഫضل പറഞ്ഞാല് ഞാനിപ്പോ 1 ഗ്രാം സ്വർണം കൊടുക്കുന്ന സമയത്ത് പകരമായിട്ട് 1.5 ഗ്രാം സ്വർണം മേടിക്കാം. അപ്പൊ 1/2 ഗ്രാം എന്താണ്, റിബയാണ്. ഇനി രണ്ടാമത്താണ് റിബൽ യദ്. അത് പറഞ്ഞാല് ഈ റിബവിയായ കച്ചവടങ്ങളിൽ നമ്മൾ പറയുന്ന 3 ഷർത്തുകളാണ്. ഒന്നെന്തായിരിക്കണം, മുത്തവാസിലായിരിക്കണം, 2 ഒരേ അളവായിരിക്കണം. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് റിബൽ ഫضل ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് പറയുന്നതാണ് എന്ത്, ഈ ഒരു റൊക്കമായിട്ട് കൊടുക്കണം, അല്ലെ, ആ ഒരു മജ്‌ലിസ് തന്നെ റൊക്കമായിട്ട് കൊടുക്കണം. അഥവാ അജല് വെക്കാതെ, അവധി വെക്കാതെ ആ ഒരു മജ്‌ലിസ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത്. ഈ ഷർത്ത് നഷ്ടപ്പെടുമ്പോഴാണ് റിബൻ നസാ ഉണ്ടാകുന്നത്. അഥവാ റൊക്കമായി കൊടുക്കാതെ ഏതെങ്കിലും ഒന്നിന് അവധി വെച്ചാലാണ് റിബൻ നസാ ഉണ്ടാവും. മൂന്നാമത്താണ് എന്ത്, റിബൽ യദ്. റിബൽ യദ് പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ ഷർത്താണ് തഖാബുദു ഫിൽ മജ്‌ലിസ്. മജ്‌ലിസിൽ തന്നെ എന്ത് ചെയ്യുക, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാം. മജ്‌ലിസ് വിട്ടു വരുന്നതിന് മുമ്പ് തന്നെ സാധനം കൈമാറാം. അങ്ങനെ കൈമാറാതിരിക്കുമ്പോഴാണ് വരുന്നത് ഈ ഒരു റിബൽ യദ് വരുന്നത്. അങ്ങനെയായാലും മൊത്തത്തില് റിബയുടെ ഒരു ഗൗരവം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒന്ന്, നിബിധങ്ങൾ എന്താ, ഖുർആനിൽ അല്ലാഹു തആല 5 ഇടങ്ങളിലായിട്ട് മഹാനായ സർഖസി ഇമാം പറയുന്നുണ്ട്, 5 ഇടങ്ങളിലായിട്ട് 5 ശിക്ഷകൾ പറയുന്നുണ്ട്. റിബ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് 5 ഇടങ്ങളിലായിട്ട് 5 ശിക്ഷ. അതില് ചില മുഫസ്സിരിങ്ങൾ പറയുന്നത് കുഫ്ർ അടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 5 ശിക്ഷകളിൽ ഒന്ന് കുഫ്ർ അടക്കം റിബ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, റിബ സ്വീകരിക്കുന്ന ഒരാൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 5 ശിക്ഷകൾ വരുന്നുണ്ട്. പിന്നെ ഒന്ന്, അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് മാസിയത്ത് ചെയ്യുന്ന ഒരാൾക്ക് നേരെ ഖുർആനില് യുദ്ധം കൊണ്ട് വെല്ലുവിളിച്ച ഒരാൾ കൂടിയാണ് എന്ത്, റിബയായിട്ട് ഇടപെടുന്ന ആള്. അതോടൊപ്പം പ്രവാചകർ എന്തായിട്ടുണ്ട്, എന്തില് സബോൽ മുബിഖാത്തില് എണ്ണിയൊരു ഇതും കൂടിയാണ് റിബ. അതോടൊപ്പം മഹാനായ മാബൂർദിമാൻ പറയുന്നുണ്ട്, ഖുർആനിൽ ഇതുണ്ടല്ലോ, റിബ വഖദിനുഹു അൻഹു അവരുടെ. അപ്പൊ ആ ഒരു ടേം, ഈ ഒരു ആയത്ത് പിടിച്ചിട്ട് മഹാനായ മാബൂർദിമാൻ പറയുന്നുണ്ട്, റിബ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മുമ്പുള്ള ഒരു ശരീരത്തിൽ അല്ലാഹു തആല അനുവദിക്കാത്തൊരു കാര്യമാണ് റിബ. അത് അത്രക്ക് സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം കണിശത പുലർത്തുന്ന ഒരു കാര്യമാണ് റിബ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിബനെ പറ്റി പരമാവധി ഒരു ഇഹാത്തത്, നമ്മള് ഒരു സൂക്ഷ്മത പുലർത്തണം. മഹാനായ ഉമർ റളിയല്ലാഹു ഒരു വേളയിൽ പറയുന്നുണ്ട്, എന്ത്, ഫിഖ് പഠിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മുടെ അങ്ങാടികളിൽ ഇടപാടുകൾ നടത്തിയാൽ മതി. കാരണം എന്ത്, റിബ പല രൂപത്തിൽ പല വഴിക്ക് വരാം. അപ്പൊ റിബയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഫിഖ് പഠിച്ച, ഫിഖിൽ നല്ല ജ്ഞാനമുള്ള, ഇടപാടുകളെ പറ്റി നല്ല ബോധ്യമുള്ള മനുഷ്യന്മാർ മാത്രം എന്ത് ചെയ്താൽ മതി, മാർക്കറ്റുകളിൽ ഇടപെട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഫൈനാൻസ് മേഖലയിൽ ഇടപെടുമ്പോൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം, ഇതിൽ ഇടപെടാൻ ശ്രമിക്കാം. അപ്പോ റിബ ഇന്നത്തെ കണ്ടംപററി പ്രാക്ടീസിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറയുകയാണ്. കറൻസി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് അത്ര ഒരു ഡെവലപ്ഡ് ആയ, അത്ര ഒരു കോൺട്രവേഴ്ഷ്യലായ ഡിബേറ്റ് നടക്കുന്നില്ലെങ്കിലും ഒരു പ്രധാനമായ ഡിബേറ്റ് നടന്നൊരു മേഖലയാണ് ഇന്നത്തെ കറൻസിയിൽ റിബ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അഥവാ റിബ നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് നഖദുകളിലാണ്. സ്വർണം, വെള്ളി, അതുപോലെ നഖദായിട്ട് ഉപയോഗിച്ച ഒരു ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയാം, സ്വന്തമായിട്ട് മൂല്യമുള്ളതിലാണ് എന്ത് ചെയ്യുന്നത്, റിബ
ബാധകമായിട്ടുള്ളത്. നമുക്കറിയാം ഇന്നത്തെ കറൻസി എന്തില്ല, സ്വന്തമായി മൂല്യമുള്ളതല്ല. നമുക്കറിയാം ആദ്യ കറൻസികൾ രൂപപ്പെട്ട സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് എന്താ, ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ സ്വർണം കീപ്പ് ചെയ്യും, ആ സ്വർണത്തിന്റെ മൂല്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു നോട്ട് എഴുതി കൊടുക്കും. അതപ്പോ ആ നോട്ടിന്റെ അടിസ്ഥാനം എന്താണ്, ആ നോട്ടിന് മൂല്യം നൽകുന്നത് ഈ സ്വർണ്ണാണെന്നുള്ളതാണ്. അങ്ങനെ സ്വർണം ബാക്കപ്പ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇത്രയും കാലം ലോകത്ത് കറൻസികളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെങ്കിൽ ഇന്ത്യ 1956 മുതലും ലോകം മൊത്തം 1970 മുതലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സിസ്റ്റം ഉപേക്ഷിച്ചിട്ട് ഫിയറ്റ് മണികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ കൽപ്പിത മൂല്യങ്ങളുള്ള കറൻസികൾ. കൽപ്പിത മൂല്യം എന്ന് പറയാൻ കാരണം ഇന്നത്തെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 500 രൂപ നോട്ട്, ആ 500 രൂപ നോട്ടിന് എന്തുകൊണ്ട് 500 രൂപയുടെ മൂല്യം വരുന്നത് വെച്ചാൽ അതിന് സ്വർണത്തിന്റെ ബാക്കപ്പ് ഒന്നുമില്ല, മറിച്ച് ഇന്ത്യയുടെ RBI ഗവർണർ ഇതിൽ 500 രൂപയുടെ മൂല്യം ഉണ്ട് എന്നൊക്കെ എഴുതി ഒപ്പിട്ട് തന്നുകൊണ്ട് എന്ത് അഥവാ ഞാനും എന്റെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ്, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിന് എന്ത് ചെയ്യുന്നത് 500 രൂപയുടെ മൂല്യം വരുന്നത്. മനസ്സിലായോ? അപ്പോ പക്ഷെ അത് ഇന്നത്തെ കറൻസി സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ അതിനെന്തില്ല, സ്വർണം ബാക്കപ്പ് ഇല്ല. അപ്പൊ ഇതില് റിബ വരുവോ വരൂല എന്നുള്ളത് എന്താണ്, അതിന് ലോകത്ത് ഈ ഒരു കറൻസി സിസ്റ്റം അവതരിപ്പിക്കപ്പെട്ടപ്പോ വന്ന ചർച്ചകളിൽ ഒന്നാണ്. അപ്പോ അതില് കുറെ പണ്ഡിതന്മാർ പറഞ്ഞത് റിബ വരില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്തതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിലൊന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം ഇത് ഖിയാസ് ചെയ്യേണ്ട സാധനമാണ്. കറൻസികൾ എന്ത് ചെയ്യണം, അന്നത്തെ ദഹബുകളായിട്ട് ഖിയാസ് ചെയ്യണം. ഖിയാസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്ത് വേണം, ഒരു ഇല്ലത്ത്, രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇല്ലത്ത് വേണമെന്നുള്ളതാണ്. അപ്പൊ ഇല്ലത്തിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് കറൻസികളിൽ ഈ ഒരു റിബ വരുവോ വരൂല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അന്ന് ദഹബിനും ഫില്ലത്തിനും ഈ ഒരു റിബ കൊടുക്കാനുള്ള ഇല്ലത്ത് എന്തായിരുന്നു ഉള്ളതിൽ ഓരോ മദ്ഹബിനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാല് അതെന്താണ്, വ്യാപകമായിട്ട് മൂല്യമുള്ള ഒരു സാധനമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അഥവാ ജൗഹരിയത്തുൽ അസ്മാനി ഗാലിബൻ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഷാഫി മദ്ഹബ് മുന്നോട്ട് വെക്കുന്ന ഒരു വാല്യൂ. പല മദ്ഹബും വ്യത്യസ്ത രൂപത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയായാലും ഷാഫി മദ്ഹബിൽ ഇതാണ്. അതുപോലെ ഹംബലി മദ്ഹബിലും പ്രബല അഭിപ്രായം, മാലിക് മദ്ഹബിലും പ്രബല അഭിപ്രായം ഇത് തന്നെയാണ്. സ്വന്തമായി മൂല്യമുള്ള വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു നാണയം എന്നുള്ള നിലക്കാണ് അതിന് എന്ത് ചെയ്യുന്നത്, റിബ ബാധകമാക്കുന്നത്. അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കിയാൽ എന്ത് ചെയ്യില്ല, അന്ന് ഫുലൂസുകൾ ഉണ്ടായിരുന്നു. അഥവാ അന്ന് സ്വർണവും വെള്ളിയും വിനിമയത്തിന് ഉപയോഗിച്ച അതേ സമയത്ത് തന്നെ സ്വർണവും വെള്ളിയും അല്ലാത്ത ചെറിയ ചെറിയ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഫുലൂസുകൾ, നാണയത്തുണ്ടുകൾ സ്വർണ്ണം വെള്ളി അല്ലാത്ത നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനകത്ത് ഫുലൂസ് എന്ന് പറയാം. അപ്പൊ അന്ന് ഫുലൂസുകൾക്ക് പണ്ഡിതന്മാർ എന്തില്ല, അന്ന് റിബ കൊടുത്തിരുന്നില്ല. അതിന് കാരണമായി പറഞ്ഞത് ഫുലൂസുകൾ വ്യാപകമായിട്ട് നമ്മൾ പറഞ്ഞ ആ ഇല്ലത്ത് ഇതിലില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ ഇന്നത്തെ കറൻസികൾക്ക് നമുക്കറിയാം കേരളത്തിലെ ആ ഒരു വിവാദം ഉണ്ടായതാണ്. ഒരു പ്രമുഖനായ പണ്ഡിതൻ എന്ത് പറഞ്ഞു, കറൻസികളിൽ എന്ത് വരുന്നില്ല, റിബ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. കാരണം എന്താ, ഇന്ന് ലോകത്തിലെ എല്ലാ വിനിമയങ്ങളും നടക്കുന്നത് കറൻസിയിലാണ്. അപ്പൊ ആ കറൻസിയിൽ പലിശ ഇല്ല എന്ന് പറഞ്ഞാല് ഒന്ന് ഇസ്ലാമിന്റെ പലിശയെ ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങൾക്കും പ്രസക്തി ഇല്ലാതാകും. രണ്ടാമത് ഈ ഒരു മേഖലയിൽ വ്യാപകമായിട്ടുള്ള പലിശ ഇടപാടുകൾക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കലാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട IOFI പോലുള്ള OIC-യുടെ ഫിഖ് അക്കാദമി, ഫിഖ് സെമിനാറുകൾ പോലുള്ള ഇന്ത്യൻ ഫിഖ് അക്കാദമിയുടെ ഒക്കെ പ്രബല അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇതിലെന്തുണ്ട്, റിബ ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കാരണം മഹാനായ നവവി ഇമാമൊക്കെ ശറഹുൽ മുഹദ്ദബിൽ പറയുന്നുണ്ട്. ഈ ഒരു വ്യാപകമായിട്ട് മൂല്യമുള്ള ഒരു സാധനമായിട്ട് നാണയമായിട്ട് ഉപയോഗിക്കപ്പെടുക എന്നുള്ള ഇല്ലത്ത്, ആ ഇല്ലത്ത് കാസറയാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യും, 10ാം ക്ലാസ്സിൽ ജമ്മിലെ ഇത്തിഹാസിന്റെ ഭാവി പഠിക്കും. ഇല്ല കാസറ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊന്നിലേക്ക് വിട്ട് കടക്കില്ല. അപ്പൊ ഇത് നിലവിൽ സ്വർണത്തിലും വെള്ളിയിലും ഇടുന്നെങ്കിൽ അതേ നിൽക്കുള്ളൂ, മറ്റൊന്നിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാനായ നവവി ഇമാം മാറ്റി പറയുന്നുണ്ട്, സലാഹിയത്തു സമനിയ, വില ഉണ്ടാവാനുള്ള ഒരു യോഗ്യത ഉണ്ടാവുക, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചേർത്തുകൊണ്ട് നഖദിയത്ത് എന്നുള്ളൊരു വിശേഷണം കൊടുത്തുകൊണ്ട് റിബ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതെന്തായിട്ടുണ്ട്, കാലാന്തരങ്ങളിൽ ഒരു ഉസ്മാനി കാലഘട്ടം മുതൽ തന്നെ ഈ ഖുറാസാനിലെയും അതുപോലെ ഈജിപ്തിലെയും ഒക്കെ പണ്ഡിതന്മാർ ഉപയോഗിച്ചു വന്നിട്ടുണ്ട്. അന്നത്തെ സ്വർണവും വെള്ളിയും അല്ലാത്തതാണ് കറൻസികൾക്കൊക്കെ എന്തിട്ടുണ്ട്, അവർ എന്തിട്ടുണ്ട്, റിബ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെയാണ് കാര്യമായിട്ട് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നെ അവസാനമായിട്ട് ഇന്നത്തെ ഒരു പ്രാക്ടീസ് കൂടി പറയണല്ലോ. അപ്പൊ ചുരുക്കി പറയുകയാണ്, ഇന്നത്തെ പണ്ഡിതന്മാർ ഇന്നത്തെ ഇടപാടുകളിലേക്ക് നോക്കുമ്പോ രണ്ട് രൂപത്തിലായി തിരിയുണ്ട്. ഒന്ന് ഷെക്കിൽ നോക്കുന്ന പണ്ഡിതന്മാർ, രണ്ട് ജൗഹർ നോക്കുന്ന പണ്ഡിതന്മാർ. ഷെക്കിൽ എന്ന് പറഞ്ഞാല് ഇസ്ലാം മുമ്പ് നിഷ്കർഷിച്ചതുപോലെ ഇവിടെ ഇടപാടുകൾ നടക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ജൗഹർ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇടപാടുകളുടെ അടിസ്ഥാനപരമായിട്ട് എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത്, ആ റിസൾട്ടിൽ ഇസ്ലാം നിരോധിക്കുന്ന എന്തെങ്കിലും ഘടകം വരുന്നുണ്ടോ, അങ്ങനെയാകുമ്പോൾ അത് പാടില്ല ആ രൂപത്തിൽ. അഥവാ മറ്റേ ടീം പുറമേയുള്ള ഷെക്കിൽ മാത്രമേ നോക്കുകയുള്ളൂ. ഷെക്കിലൊക്കെ ഇസ്ലാം പറഞ്ഞ സീക ഒക്കെ വരുന്നുണ്ടോ, അപ്പൊ അനുവദനീയാണ്, അല്ലെങ്കിലേ പ്രശ്നമുള്ളൂ. ഷെക്കിൽ ഒക്കുന്നില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. ചിലപ്പോൾ അതിന്റെ റിസൾട്ട് എന്തായേക്കാം, ഇസ്ലാം നിഷിദ്ധമാക്കുന്ന കാര്യങ്ങൾ വന്നേക്കാം, അതിനെ അവർ പരിഗണിക്കില്ല.
അപ്പൊ അങ്ങനെ രണ്ട് സ്കൂളുകളായിട്ട് തിരിയുന്നുണ്ട്. ഉദാഹരണത്തിന് ആധുനിക പണ്ഡിതന്മാരായ മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി തങ്ങളൊക്കെ, അതേപോലെ യൂസുഫുൽ ഖർലാവി, ഇവരൊക്കെ ഷെക്കിൽ നോക്കുന്നവരാണ്. അതേസമയം മഹ്മൂദുൽ കമാൽ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ജൗഹറാണ് നോക്കുന്നത്. ഇതിന്റെ ഒരു വ്യത്യാസം ഞാൻ സിമ്പിൾ പറഞ്ഞെടുക്കാം. അപ്പോ നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് ഒരു വലിയ പ്രൊജക്ട് നടത്തണമെങ്കിൽ, ഒരു വലിയ പ്രൊജക്ട്, ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു വലിയ പ്രൊജക്ട് ഇതാക്കണം, അപ്പോ എനിക്കുള്ള മാർഗം എന്താണ്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കല് പലിശ വരുന്നതാണ്, നടക്കില്ല. അപ്പൊ അതിന് മറുപടി എന്താ വയ്ക്കുന്ന സമയത്ത് ഇന്നത്തെ പ്രമുഖ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അഥവാ മുറാബഹ നടത്താള്. മുറാബഹ എന്ന് പറഞ്ഞാല് മുഗനീനൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യാ, ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സുഹൃത്തായ നബീലിനെ വന്ന് 10 രൂപക്ക് എന്ത് ചെയ്യുന്നു, ഒരു പെന്ന് മേടിക്കുന്നു, അല്ലെങ്കിൽ 100 രൂപക്ക് ഒരു പെന്ന് മേടിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത്, ഞാൻ ഈ പെന്ന് എന്താ 100 രൂപക്കാണ് മേടിച്ചത്, എനിക്ക് ഇതിന്റെ ഒരു 10% ലാഭം അടക്കാണ് ഞാൻ നിനക്ക് വിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിൽക്കുമ്പോൾ, അഥവാ 100 രൂപക്ക് മേടിച്ച പെന്ന് 10% ലാഭം, ഒരു 10 രൂപ ആഡ് ചെയ്ത് 110 നിനക്ക് വിൽക്കുന്നത്, അങ്ങനെ പറഞ്ഞു വിൽക്കുന്നതിന് എന്ത് പറയാ? മുറാബഹ എന്ന് പറയുക. അപ്പൊ ഈ ഒരു ഇത് ഇസ്ലാമിൽ എന്താണ്? അനുവദനീയാണ്. മുഗനിലും തൊഫയിലൊക്കെ വ്യക്തമായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ പ്രൊജക്ടുകൾ എങ്ങനെ നടത്താന്നുള്ളതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ തരുന്നൊരു മറുപടിയാണ് മുറാബഹ. മുറാബഹ നടത്താനുള്ളത്. മുറാബഹ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാങ്കുകളിൽ, ഇസ്ലാമിക് ബാങ്കുകളിൽ നടത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അതിൽ അടക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഒരു വലിയ പ്രൊജക്ട് നടത്തണം, അതിന് ഒരുപാട് അസറ്റുകൾ ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഇസ്ലാമിക് ബാങ്കിനെ സമീപിക്കും. ആ ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യും, ആ അസറ്റുകൾ എനിക്ക് മേടിച്ചു തരും. പക്ഷെ മേടിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, നിബന്ധന വെക്കും. ഇത്ര കോടിക്കാണ്, ഇപ്പൊ ഒരു 20 കോടിക്കാണ് ഈ ഒരു അസറ്റുകൾ മേടിച്ചിട്ടുള്ളത്, ഈ 20 കോടിയുടെ 10% ലാഭം അടക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതിന് തിരിച്ച് പേ ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പൊ 20 കോടിയും അതിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ലാഭം, 10% ലാഭം അടക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോ ഷെക്കിൽ നോക്കിയിട്ട് ഈ തഖി ഉസ്മാനിയെ പോലെയുള്ള, യൂസുഫുൽ ഖർലാവിയെ പോലുള്ള പണ്ഡിതന്മാർ എന്ത് പറയും, മുറാബഹയുടെ എല്ലാ സീറകളും വരുന്നുണ്ട്, ഒക്കെ റെഡിയാണ്, അപ്പൊ ഇത് അനുവദനീയാന്ന് പറയും. അതേസമയം മഹ്മൂദുൽ കമാലിനെ പോലുള്ള ആൾക്കാർ എന്ത് പറയും, ഇതിന് സിമ്പിൾ നടക്കുന്നത് എന്നാ, ഉദാഹരണത്തിന് നമുക്ക് ബാങ്ക് ഒരു 20 കോടി തരുന്നു, അപ്പൊ ഞാൻ തിരിച്ചടക്കും 20 കോടി എക്സ്ട്രാ, അതിന്റെ 10% കൂടി അടക്കണമെങ്കിൽ അതിനാണ് നമ്മൾ പലിശ എന്ന് പറയുന്നത്, ഇന്നത്തെ ലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ശരിക്കും ഇവിടെയും നടക്കുന്നുണ്ടല്ലോ, മുറാബഹിലായിട്ടല്ലേ നടക്കുന്നത്. അവർ അസറ്റ് മേടിച്ചിരുന്നു, 20 കോടിയാണ് വില വരുന്നത്, അതോടൊപ്പം ചെറിയൊരു തുക ലാഭമായിട്ട് കൊടുക്കണം. അപ്പൊ അതിന് ജൗഹറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയുന്ന ആര്, മഹ്മൂദുൽ കമാൽ. പക്ഷെ മിക്ക പണ്ഡിതന്മാരും ഇതിനെതിരാണ്, മഹ്മൂദുൽ കമാലിന്റെ ഒരു ഭാഗത്തെ തള്ളിക്കളയുന്നുണ്ട്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ ഇന്നത്തെ പ്രാക്ടീസുകൾ. ഇനിയും ഒരുപാടുണ്ട്. തവറുക്ക് സമയത്തിന് പരിമിതി മൂലം ഇതിൽ ചുരുക്കുകയാണ്. അപ്പോ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിപാടി കഴിഞ്ഞിട്ട് സമീപിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.